അവിടെ നിന്ന് ഇറക്കം ഇറങ്ങുണ്ടാ ഒന്നുകൂടെ ഇറക്കണത് ചെങ്ങനെ അതൊരു വീഡിയോ എടുക്കാം. സപ്പോർട്ട് ചെയ്യുന്നു ഒന്നാവില്ല അല്ലാതെ ഇറക്കമല്ലോ നമുക്ക് അറിയില്ല. അതല്ലടാ കേബിളിലാണ് ഇത് പോണത്. ആ കേബിളിൽ ഒരുതി പോവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇത് തോന്നും. സ്ലോ ആക്കി കേബിൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കണം. അടിപൊളിയാണ് സാധനം. പക്ഷെ അപ്പുറത്തെ സ്പീഡിൽ പോമാന്ന് പറഞ്ഞ കമ്പനി വേറെ പുറത്തത്തെ കമ്പനിയാണ്. ഇന്ത്യ ഇവിടുത്തെ ചാത്തനല്ലേ. എന്താ ഈ കേബിൾ കറണ്ട് അതാ ഇതിന്റെ അടിച്ചു അതിനത്തിന് എഴുതിയിട്ടുണ്ട്. എവിടെ എഴുതിയിരിക്കണ് എന്താ അടിയന്തരം എന്നൊക്കെ. അത് ക്യാബിൻ ഉണ്ടാക്കുന്നത് ഈ മൊത്തം ഇതും അപ്പുറത്തെ എല്ലാം പോമാതിരും ഇതാണ്ട് ഇറങ്ങി പോകണുണ്ട് ചെക്കന്മാര്. ഉമ്മാരെ മറ്റേമാരായിട്ടുണ്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അതാ അവിടെയൊക്കെ പോകണ്ടേ. ഷോക്സും ഒരു ഹവായി പോലത്തെ ചെയ്തിട്ട് വന്നത് മലയാളി. അന്നേരം കാല് മൊത്തം സീനായി. എന്തായി ഒന്നുമില്ല, അവൻ ഡോക്ടറാണ്, പൊട്ടനാണ് അവൻ. എന്നിട്ടാണ് അവൻ ചെയ്യുന്നത് ഇങ്ങനെ. ഞാൻ പറഞ്ഞാണ് സ്കിന്നിന് മാത്രം പ്രോബ്ലമുകൾ പറഞ്ഞത്. ഇങ്ങനെ മരം വീണ് നടക്കണ്ടാവും. അതിലാണ് നിങ്ങൾക്ക് മറ്റേ ചെയ്യാൻ പറ്റും. മരം വീണ് നടക്കുന്ന മരത്തിന് സ്കേറ്റിംഗ് ചെയ്യല്ലേ. കിണർ നോക്ക്. റഷ്യനാണ് സാധ്യത. ഏത് ഫ്രാൻസ് റഷ്യൻ കുറ്റപ്പുള്ളികളൊന്നുമില്ല. സ്റ്റീൽ കൊടുക്കണം മാത്രം നമ്മള് വേൾഡ് മുഴുവൻ സ്റ്റീൽ കൊടുക്കുന്ന ടാറ്റയാണ് എല്ലാവർക്കും. എല്ലാ യുദ്ധവിമാനത്തിനും നമ്മൾ തന്നെ. യുദ്ധവിമാനമല്ല എല്ലാത്തിനും സ്റ്റീൽ കൊടുക്കുന്ന ടാറ്റയാണ്. എല്ലാത്തിനും സ്വന്തമായിട്ട് ഉരുക്ക് കമ്പനി എങ്ങനെ സ്റ്റീൽ ഉണ്ടാക്കുന്നത്? എന്തൊരുക്കിട്ടാണ്? മണ്ണൊരുക്കിട്ട് മണ്ണ് തന്നെയാണ്. സ്വർണ്ണം തന്നെ. അല്ലല്ല, സത്യം പറയട്ടെ, ഈ ഇരുമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലത്തെ സാധനമല്ല. മുകളിൽ നിന്ന് പണ്ട് കാലത്ത് വന്ന സാധനമാണ്. അത് മണ്ണില് മിസ്സായിരിക്കാണ്. ആ സാധനത്തിന് എടുത്തിട്ടാണ് ആ സാധനം പൊടി എടുക്കും, എന്നിട്ട് ഫില്ലറ്റ് ആക്കും. ഫില്ലറ്റ് പറഞ്ഞാൽ ചെറിയ ചെറിയ പെല്ലറ്റ് ഇല്ലേ, അതുപോലെ ഫില്ലറ്റ് എത്ര നമ്മള് മാഗ്നറ്റ് ഇട്ട് വരച്ചിട്ട് എടുക്കണില്ല, അങ്ങനത്തെ ഒരു സംഭവം. അതന്നെ, അതെടുക്കും. അതെടുത്തിട്ട് ഈ ഒരു ഫില്ലറ്റ് ബോൾ ആക്കും. ഞാൻ പോയിട്ട് പ്രാവശ്യം ഇവിടെ ചെന്നൈയില്. പിന്നെ ഇന്നൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാറുണ്ടാക്കില്ലേ, ആ കമ്പനി പോയാൽ മതി. ഈ കംപ്ലീറ്റ് ഇരുമ്പും റീസൈക്ലിംഗ് ആണ്. നല്ല ഇരുമ്പ് റീസൈക്ലിംഗ്. അത് അധികം റീസൈക്ലിംഗ് ഇരുമ്പ് മുഴുക്ക് ഇതിനാ പോകും. ഇതിന് ബില്ലിംഗ് കെട്ടാൻ പോയില്ലേ, കമ്മി ഉണ്ടാക്കില്ലേ. ഗ്രേഡ് കൂടിയത് മറ്റേതിന്റെ എയ്റോപ്ലെയിൻ. ലൈറ്റാ നല്ല ലൈറ്റ് ഉണ്ട്. നോക്ക് ഇടയിൽ നിൽക്കൊക്കെ ചെയ്യാൻ വേണ്ട. അയ്യോ എന്നിട്ട് എടുത്തിട്ട് പോവും. വീണാലേ കുഴപ്പമുള്ളൂ. വീഴണത് ആ മറ്റേ മഞ്ഞിലാകുമ്പോ വിഷയമില്ല, പാറയിലാണെങ്കിൽ പണി കിട്ടും. മനസ്സൊന്ന് കാണും.